CPIയുടെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള മണ്ഡലങ്ങളിലൊന്നാണ് മാവേലിക്കര. പക്ഷേ വിജയം പലപ്പോഴും ചുരുങ്ങിപ്പോകുന്നു എന്നുള്ള മാത്രം. നേരത്തെ ചെങ്ങറ സുരേന്ദ്രനും ഒക്കെ വിജയിച്ച മണ്ഡലമാണ് അടൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടെ CPIയുടെ സീറ്റുകളിൽ. കഴിഞ്ഞ തവണ ചിറ്റയം ഗോപകുമാറിനെയാണ് രംഗത്തിറങ്ങിയത്. ചിട്ടയായ പ്രവർത്തനങ്ങൾ നടത്തിയെങ്കിലും ചിറ്റയത്തിന് വിജയം നേടാനായില്ല. എന്നാൽ ഇക്കുറി പുതുമുഖം നവാഗതനായ CA അരുൺകുമാറിന് തന്നെ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. എന്താണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്ന കാഴ്ചപ്പാട്? തീർച്ചയായും മാവേലിക്കരയുടെ മനസ്സ് ഒരു മാറ്റത്തിന് വേണ്ടി വല്ലാതെ കൊതിക്കുന്ന സമയമാണ്. കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി ആ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന വലിയ വികസന മുരടിപ്പിന് ഒരന്ത്യമുണ്ടാകും എന്ന ആ നാട്ടിലെ ജനങ്ങൾ മനസ്സുകൊണ്ട് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു തെരഞ്ഞെടുപ്പാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ തുടക്കം മുതൽ മാവേലിക്കര മണ്ഡലത്തിലെ വിവിധ പ്രദേശങ്ങളിൽ അരുൺകുമാറിന് ലഭിക്കുന്ന സ്വീകാര്യത ആ കാര്യങ്ങളിലെല്ലാം വ്യക്തമാകുന്നത് മാവേലിക്കരയുടെ മനസ്സ് ഒരു വലിയ മാറ്റത്തിന് തയ്യാറായി കഴിഞ്ഞു. കഴിഞ്ഞ ഇവിടെ കോൺഗ്രസിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായി ജയിച്ചു വരുന്ന ആളാണ് ശ്രീമാൻ കൊടിക്കുന്നിൽ സുരേഷ്. അങ്ങനെ തുടർച്ചയായി ജയിച്ചു വരുന്ന, അങ്ങനെ പാർലമെൻറ്റിൽ വലിയ അനുഭവ സമ്പത്തുള്ള ഒരാൾക്ക് ഒരു MP ആയിരിക്കുന്ന തൻ്റെ മണ്ഡലത്തിൽ എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ വികസന പ്രവർത്തനങ്ങളൊന്നും ചെയ്തില്ല എന്ന് മാത്രമല്ല, ഒരു പുതുമുഖമായ MPക്ക് ചെയ്യാൻ കഴിയുന്ന അത്ര വികസന പ്രവർത്തനത്തിൻ്റെ പകുതി പോലും ഒരു മണ്ഡലത്തിൽ ആവശ്യമായ, മാവേലിക്കര മണ്ഡലത്തിൻ്റെ ഒരു സാഹചര്യത്തെ സംബന്ധിച്ചെല്ലാം അറിയാം, ധാരാളം വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലത്തിൽ പാർലമെൻറ്റ് അംഗത്തിന് ചെയ്യാൻ കഴിയുന്ന നിരവധിയായ റെയിൽവേയുടെ ഭാഗമായിട്ടായാലും കുട്ടനാട് പാക്കേജിൻ്റെ ഭാഗമായിട്ടായാലും ദേശീയപാതയുടെ വികസനവുമായി ബന്ധപ്പെട്ടായാലും കേന്ദ്ര സർക്കാരിൻ്റെ സ്ഥാപനങ്ങളുമായിട്ടും കേന്ദ്ര പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളായാലും നിരവധിയായ വികസന പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു പാർലമെൻറ്റ് മണ്ഡലമാണ് മാവേലിക്കര. ആ മണ്ഡലത്തിൽ തുടർച്ചയായി MP ആയിരുന്നു കൊണ്ട്, അധികാര കേന്ദ്രത്തിലിരുന്നു കൊണ്ട് ആ മണ്ഡലത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് വേണ്ടി, വികസന പ്രശ്നങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ ജീവൽ പ്രശ്നത്തിന് വേണ്ടി, നാട് നേരിടുന്ന പൊതുവായ വിഷയങ്ങൾക്ക് വേണ്ടി ഒരു ചെറുവിരൽ പോലും അനക്കാത്ത ആളാണ് കൊടിക്കുന്നിൽ സുരേഷ്. അപ്പോൾ ആ സാഹചര്യത്തിനൊരു മാറ്റമുണ്ടായി. ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വികസന കാഴ്ചപ്പാടിനൊപ്പം നിൽക്കുന്ന, ആ തങ്ങളുടെ വികസന സ്വപ്നങ്ങൾ ആ നാടിനു വേണ്ടി പാർലമെൻറ്റിൽ പോയി സാക്ഷാത്കരിക്കാൻ കഴിയുന്ന ചെറുപ്പക്കാരനായ, ഊർജ്ജസ്വലനായ, എന്നാൽ ചെറിയ നാൾ തൊട്ട് തന്നെ പൊതുപ്രവർത്തന പാരമ്പര്യമുള്ള, നല്ല അനുഭവ സമ്പത്തുള്ള അഡ്വക്കേറ്റ് CA അരുൺകുമാർ ഇത്തവണ ജയിച്ചു വരണം എന്ന ഒരു ദൃഢനിശ്ചയം ആ നാട്ടിലെ ജനങ്ങൾ എടുത്തിട്ടുണ്ട്. തുടക്ക സമയത്ത് തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്, ആദ്യ സമയത്ത് തന്നെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ച ഘട്ടത്തിൽ തന്നെ വലിയ സ്വീകാര്യത, അത് ഇടതുപക്ഷ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് മാത്രമല്ല, അവിടുത്തെ നാനാ വിഭാഗം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഒരു വലിയ സ്വീകാര്യത. അതിൽ നമ്മൾ പറയേണ്ടുന്ന ഒരു കാര്യം, കോൺഗ്രസിൻ്റെ പ്രവർത്തകർ പോലും മനസ്സുകൊണ്ട് അരുൺകുമാറിനെ വിജയിച്ചു വരണം, അരുൺകുമാറിനെ മനസ്സുകൊണ്ട് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ആ മണ്ഡലത്തിലുണ്ട്. അതിലേറ്റവും പ്രധാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് ആ മണ്ഡലം നേരിടുന്ന വികസന പ്രശ്നങ്ങൾ തന്നെയാണ്. ഒരു പാർലമെൻറ്റ് അംഗത്തിന് ചെയ്യാൻ കഴിയുന്ന നിരവധിയായ കാര്യങ്ങൾ, അത് തുടർച്ചയായി ഇങ്ങനെ ജയിച്ചു വരുന്ന ഒരാളിന് അത്രയേറെ ബന്ധങ്ങൾ കൈവശമുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ആ ബന്ധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട്, തൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യങ്ങളും ആ മണ്ഡലത്തിൻ്റെ പൊതുവായ വികസനത്തിന് അദ്ദേഹം ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, മണ്ഡലത്തിൽ MP-യുടെ സാന്നിധ്യം പോലും, ഇത്തവണ MP-യുടെ സാന്നിധ്യം പോലും ഇല്ലാതിരിക്കുന്ന ഒരു ജനപ്രതിനിധി, എന്തിനാണ് തങ്ങൾക്ക് ഇങ്ങനെ ഒരു ജനപ്രതിനിധിയെ ആവശ്യമെന്ന് ജനങ്ങൾ മാറി ചിന്തിച്ചാൽ ഒരു തരത്തിലും അവരെ കുറ്റം പറയാൻ കഴിയാത്ത സാഹചര്യമാണ് ആ മണ്ഡലത്തിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി, ഒരു സംശയത്തിനും നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വീണ്ടും ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നതിലും വിരോധമില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി ഉറപ്പായും വിജയിച്ചു വരും എന്ന കാര്യത്തിൽ തർക്കമില്ല. ആ മണ്ഡലത്തിൻ്റെ പൊതുവായ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് ഇവിടെ അവതാരകൻ തന്നെ സൂചിപ്പിച്ചു. 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിൻ്റെ MLA-മാരുള്ള സാഹചര്യമുണ്ട്. ആ സാഹചര്യങ്ങളെയെല്ലാം അനുകൂല ഘടകങ്ങളാക്കി മാറ്റിക്കൊണ്ട് നിലവിലെ MP-യുടെ വികസന മുരടിപ്പ് ജനങ്ങൾ നന്നായി ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തങ്ങളുടെ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ സഖാവ് അഡ്വക്കേറ്റ് CA അരുൺകുമാർ വിജയിച്ചു വരണം എന്ന് ആ നാടിൻ്റെ മനസ്സ് തീരുമാനിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്.